നമസ്കാരം. പാട്ടിൻ്റെ കൂട്ടുകാരിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പാട്ടിൻ്റെ കൂട്ടുകാരിയായി എത്തിയിരിക്കുന്നത് ഒരു ബഹുമുഖ പ്രതിഭയാണ്. വളരെ കുഞ്ഞുകാലം മുതൽ തന്നെ, കുഞ്ഞിലേ മുതൽ തന്നെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ച വനിത. അങ്ങനെ നിരവധി വിശേഷണങ്ങളുണ്ട്. ഗസൽ കലാകാരിയാണ്, കർണാടക സംഗീത വിദഗ്ധയാണ്. അങ്ങനെ നിരവധി വിശേഷണങ്ങളുള്ള ചലച്ചിത്ര പിന്നണി ഗായികയായ നമ്മുടെ സ്വന്തം ലക്ഷ്മി രംഗനാണ് നമ്മോടൊപ്പം ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. നമുക്ക് ലക്ഷ്മിയുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ കുട്ടിക്കാലം മുതൽക്ക് തന്നെ, എനിക്ക് തോന്നുന്നു 9-ാം വയസ്സ് മുതൽ തന്നെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് എത്തിയ ഒരാളാണ് അല്ലേ? അപ്പോൾ എന്തായാലും ആദ്യം അരങ്ങേറ്റം കുറിച്ച ഗാനത്തിലൂടെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഓർക്കേണ്ടത് ജെറി മാഷിനെയാണ്. ജെറി അമൽദേവ് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലാണ് ഞാൻ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന ചിത്രം, അത് പിന്നീട് സീരിയലായിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ രചന നമ്മുടെ അനശ്വരനായ ബിച്ചു തിരുമല അദ്ദേഹത്തിൻ്റെ രചനയായിരുന്നു. അപ്പോൾ 9 വയസ്സിൽ തരങ്കിണി സ്റ്റുഡിയോയിൽ, ദാസാറിൻ്റെ സ്റ്റുഡിയോയിലാണ് അത് റെക്കോർഡ് ചെയ്തത്. പിന്നെ അത് തീർച്ചയായിട്ടും അത് പറയേണ്ട ഒരു പ്രത്യേകത, അത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. ലൈവ് റെക്കോർഡിങ് ഇപ്പം അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വലിയ സ്റ്റുഡിയോയിൽ 2 സൈഡിൽ എല്ലാം കൂടി 10 ബൂത്തോളം ഉണ്ട്. എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സ് പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളും ലൈവായിട്ട് ഉള്ള ഒരു റെക്കോർഡിങ്, ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കുരുവി കുരുവി വാവാ കുളിരിൻ ചിറകിൽ വാവാ നിറമേഴും പെയ്യുമീ മഴയിൽ കുട ചൂടാൻ വാ. കുരുവി കുരുവി വാവാ കുളിരിൻ ചിറകിൽ വാവാ നിറമേഴും പെയ്യുമീ മഴയിൽ കുട ചൂടാൻ വാ. ഇതാണ് ആ സോങ്. എനിക്ക് തോന്നുന്നു അന്നത് ബേബി ശാലിനി, ആ ഒരു ശാലിനിക്ക് വേണ്ടിയാണ് ഞാൻ പാടിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു തലമുറയുടെ തന്നെ ഹരം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്ന് കാണുന്ന ഒരു സംഭവമായിരുന്നു പണ്ട് ദൂരദർശനിൽ ഇറങ്ങിയിരുന്ന ജംഗിൾ ബുക്ക്. അപ്പം അതിൻ്റെ ഒരു ടൈറ്റിൽ സോങ് അല്ലേ, അത് പാടിയിരിക്കുന്നത് ലക്ഷ്മിയാണ്. അതൊരു എനിക്ക് തോന്നുന്നു ഒരു നൊസ്റ്റാൾജിയാണ്. പല ആ ഒരു തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. ഇപ്പോഴും ജംഗിൾ ബുക്ക്, ശക്തിമാൻ എന്നൊക്കെ പറഞ്ഞ വലിയൊരു ഫാൻ ബേസ് ഉള്ളൊരു സംഭവമാണ്. അതിൽ എങ്ങനെയായിരുന്നു ആ ഒരു? ആക്ച്വലി എല്ലാവർക്കും അതൊരു കുഞ്ഞു വോയിസിലാണ്. ആക്ച്വലി ഞാനത് കോളേജിൽ പഠിക്കുമ്പോഴാണ് ആ സോങ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സാഹചര്യം എന്ന് വെച്ചാൽ നമ്മുടെ മോഹൻ സിത്താര സാർ, അദ്ദേഹം വളരെ കുഞ്ഞിലേ തൊട്ടേ അദ്ദേഹത്തിന് എന്നെ അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വർക്കായിരുന്നു. അപ്പോൾ നോർമലി ഒരു റെക്കോർഡിങ്ങിനുമില്ല, അതും തരങ്കിണി തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കോളേജ് എൻട്രി 10th കഴിഞ്ഞ് ഞാൻ കോളേജിലോട്ട് കയറുന്ന ഒരു ടൈമിലാണ് ഈ ഒരു സോങ്ങിന് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഒത്തിരി വർക്ക് അദ്ദേഹത്തിന് ഞാൻ പാടുന്നുണ്ടായിരുന്നു. അപ്പം നോർമലി അതുപോലെ പോയതാണ്. അപ്പോൾ ഒരു 8 വരി സോങ് ആണ്. അപ്പോൾ എന്നെ പാട്ട് പഠിപ്പിച്ചു, ഞാൻ പഠിച്ചു, പാടിയപ്പോൾ പറഞ്ഞു ശരി, ഇനി ഒരു 10 വയസ്സ് അങ്ങനെ കുറച്ച് പാടാം. അങ്ങനെ ഞാൻ കുറച്ച് വോയിസ് ഒന്ന് ചേഞ്ച് ചെയ്തു. ഇനി ഒരു 5 വയസ്സ് കുട്ടിയുടെ ശബ്ദമാവും ഇങ്ങനെ പറഞ്ഞപ്പോൾ കോളേജിലൊക്കെ കയറുന്നതിൻ്റെ ഒരു മടി, കുഞ്ഞു വോയിസ് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷേ പാടി കഴിഞ്ഞത് റിലീസ് ചെയ്ത് ഇന്നും ആ സോങ് എനിക്ക് തരുന്ന ഒരു വലിയൊരു, അന്ന് എൻ്റെ ഒരു നമുക്കറിയില്ല, പക്ഷെ അത് ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷമാണ്. ഓർമ്മയുണ്ടോ? ചെപ്പടിക്കുന്നിൽ ചിന്നിച്ചിണങ്ങും ചക്കരപ്പൂവേ, ചെന്നായ മമ്മി അങ്കിൾ ബഗീരയും തേടുന്നു നിന്നെ, കാടിൻ കുഞ്ഞെ നീ എന്തേ നാടും തേടി പോകുന്നു, മാനോടൊപ്പം ചാടുന്നു മീനോടൊപ്പം നീന്തുന്നു, നിന്നെ കൂട്ടുന്ന കടല്ലേ നിന്നെ പോറ്റുന്ന കൂടല്ലേ, കാട്ടിലെ കൂടെന്നും നീയല്ലേ, നാട്ടിലെ നാടകം പൊയ്യല്ലേ. എനിക്ക് ലിറിക്സ് ഒക്കെ ഓക്കെ. ഇപ്പോൾ സംഗീതത്തിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിക്കുന്നില്ല, കാരണം സംഗീത കുടുംബമാണല്ലേ, പാരമ്പര്യമായിട്ട് സംഗീതം ഉപാസിക്കുന്ന ഒരു ഫാമിലിയാണ്. എങ്ങനെയാണ് ബ്രഹ്മാനന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള നിരവധി പ്രതിഭകൾ ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ലക്ഷ്മിയുടെ വരവ്. ഇപ്പോൾ ആദ്യ ഗുരു ആരാണ്? എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഫാമിലിയിൽ എല്ലാവരും മ്യൂസീഷ്യൻസാണ്. അമ്മയും സംഗീത കോളേജ്, സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ ഗാനഭൂഷണം പാസ്സായ ആളാണ് അമ്മ. അപ്പോൾ ബാലപാഠങ്ങൾ അമ്മയാണ് പറഞ്ഞു തന്നത്. എങ്കിലും എന്നെ തുടങ്ങിച്ചതും പിന്നീട് ഞാൻ പഠിച്ചതും അമ്മയുടെ കൊച്ചച്ഛൻ ഗായകരത്നം ശ്രീ എസ് രത്നാകരൻ ഭാഗവതർ, അദ്ദേഹമാണ് ഗുരു. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പിന്നീട് ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചത്. അപ്പോൾ നമുക്ക് ശാസ്ത്രീയ സംഗീതത്തിൽ തന്നെ എന്തെങ്കിലും ഒരു ശാസ്ത്രീയ സംഗീതം തന്നെ വേണമെന്നില്ല, സെമി ക്ലാസിക്കലായാലും കുഴപ്പമില്ല.
രാജ രാജേശ്വരി പഞ്ചാശപീഠ രൂപിണി മാം പാഹി ശ്രീ രാജ രാജേശ്വരി പഞ്ചാശപീഠ രൂപിണി. പിന്നീട് ഗസലും പഠിച്ചു അല്ലേ? ഗസൽ സ്റ്റേജുകളിൽ പാടാറുണ്ട്, ധാരാളം പെർഫോം ചെയ്യാറുണ്ട്. ശരി. ഇപ്പോൾ ഒത്തിരി ലെജൻസ് നമുക്ക് ഗസൽ, നമുക്കറിയാം മെഹദി ഹസൻ സാർ, അങ്ങനെ ഒത്തിരി പേരുണ്ടെങ്കിൽ പോലും ഗസലൊക്കെ ഞാൻ കേട്ട് തുടങ്ങുന്ന ആ ഒരു പ്രായം എന്ന് പറയുന്നത് ഹരിജിയുടെയാണ്. അപ്പോൾ ശരിക്കും ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഹരിജിയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് ഇങ്ങനെ ആ ഒരു താല്പര്യത്തിൽ ഓൾമോസ്റ്റ് എല്ലാ അദ്ദേഹത്തിൻ്റെ ആൽബംസും വാങ്ങി ഇങ്ങനെ കേട്ടിട്ട് എല്ലാ പാട്ടുകളും ഇങ്ങനെ പഠിച്ച് കൂടുതലും ഞാൻ പെർഫോം ചെയ്യുന്നതും ഹരിഹരന്റെ സോങ്സ് ആണ്. പിന്നീടാണ് അതിലോട്ടൊരു താല്പര്യം കൂടുതലായിട്ട് വന്നത്. ഏറ്റവും ഇഷ്ടമുള്ള അദ്ദേഹത്തിന്റെ ദർദ് കെ റിഷ്ത എന്നുള്ള ഹാസിർ, നമ്മുടെ സക്കീർ ഹുസൈൻ സർ, അദ്ദേഹവും ഹരിജിയും കൂടെ ചേർന്ന് ഇറങ്ങിയ ഒരു ആൽബം ഉണ്ട്, അതിലെ സോങ് ആണ്. ദർദ് കെ റിഷ്തെ ന കർ ഡാലേ ഉസേ बेकल कही हो गई इस साल भी हो गई इस साल भी कुछ बस्तियाँ जलधर कही दर्द के रिश्ते न कर डाले उसे बेकल कही हो गई इस साल भी कुछ बस्तियाँ जलधर कही दर्द के रिश्ते. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കലോത്സവം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് കളേഴ്സ് ആയിട്ടുള്ളൊരു കളർഫുൾ ഉത്സവമാണ് ഇപ്പോൾ നമ്മുടെ കലോത്സവം എന്ന് പറയുന്നത്. അതിനൊക്കെ വളരെ മുമ്പ് തന്നെ കലോത്സവ വേദികളിൽ ഒരുപാട് പെർഫോം ചെയ്യാനും അതുപോലെ സമ്മാനാർഹം ഒക്കെ ആയ ഒരാളാണ് ലക്ഷ്മി. എങ്ങനെയായിരുന്നു അന്നത്തെ ഒരു കലോത്സവ എക്സ്പീരിയൻസ്? കലോത്സവത്തിന് പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി സംസാരിക്കാൻ ഉണ്ട്. വേറൊന്നുമല്ല, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് പ്രത്യേകത. ഇപ്പോൾ 8 to 10 ആണ് കാറ്റഗറി ഉള്ളത്. 5 to 7 ഡിസ്ട്രിക്ട് ലെവൽ വരെ ഉള്ളൂ. അപ്പം അന്ന് ഞാൻ ഏറ്റവും ചെറിയ പാർട്ടിസിപ്പൻ്റ് എന്നുള്ള ഒരു പ്രത്യേകതയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സ്കൂൾ ലെവലിൽ ഞാൻ ഫോർട്ട് മിഷൻ ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്, സെനാന മിഷൻ. അവിടുന്ന് എനിക്ക് സെലക്ഷൻ കിട്ടി, സ്റ്റേറ്റ് ലെവലിൽ പോയി. ആദ്യത്തെ തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു. അപ്പോൾ 5 to 10 കുട്ടികളുടെ മത്സരമായിരുന്നു. അപ്പം അന്ന് ഞാൻ പാടിയ പാട്ടെന്ന് പറയുന്നത് നമ്മുടെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ നിളാ നദിയുടെ നിർമ്മല തീരം എന്നുള്ള ഫേമസ് പാട്ടാണ്. അപ്പോൾ പൊതുവെ എനിക്ക് എൻ്റെ ഒരു വിശ്വാസമാണ് സാറിൻ്റെ പാട്ട് എനിക്ക് ഭയങ്കര ലക്കാണെന്നുള്ളത്. അപ്പം അങ്ങനെ അതാണ് പാടിയത്. അപ്പോൾ അന്ന് ഒരുപാട് എനിക്ക് ഇതുപോലെ മീഡിയയുടെ കവറേജൊക്കെ കിട്ടിയിരുന്നു, പ്രായം കുറഞ്ഞ കണ്ടസ്റ്റൻ്റ് എന്നുള്ള ഒരു ഇതിലൊക്കെ. അതായിരുന്നു എൻ്റെ ആദ്യത്തെ. തൊട്ടടുത്ത വർഷം കോഴിക്കോട് വെച്ച് നടന്ന കലോത്സവത്തിലും ഇതേ ഗാനം തന്നെ പാടി ഒന്നാം സമ്മാനം കിട്ടി. ഓക്കെ. അപ്പോൾ ഈ ഒരു കുട്ടിയായിരുന്ന സമയത്ത് വിൻ ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒരാൾ കൂടിയാണ് ലക്ഷ്മി. അതായത് 20,000-ഓളം കണ്ടസ്റ്റന്റ്, ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികളുമായി മത്സരിച്ച് സമ്മാനം നേടി, ഒന്നാം സമ്മാനം നേടിയ ഒരാൾ എന്ന നിലയിൽ. ഓക്കെ. അതുപോലെ ടീച്ചറാണ്, ഇപ്പോൾ ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ സംഗീതാധ്യാപികയാണ്. എങ്ങനെയാണ് ടീച്ചിങ്ങും പ്രോഗ്രാംസും? എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ 10,000-ലധികം പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ലക്ഷ്മി. അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റേജും കുട്ടികളും ഒക്കെ? ടീച്ചിങ് ആക്ച്വലി ഒരു പ്രൊഫഷൻ ആക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ആക്ച്വലി ഇല്ലായിരുന്നു. കാരണം ഫുൾ ടൈം മ്യൂസിക് കരിയർ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഞാൻ MA മ്യൂസിക്കാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ നമുക്ക് ഒത്തിരി കലാപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കൂളാണ് നമ്മുടെ ക്രൈസ്റ്റ് നഗർ സ്കൂൾ. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനും നമ്മുടെ ഒരു പാഷൻ കൊണ്ടുപോകാനൊക്കെ ഉള്ളൊരു അന്തരീക്ഷം നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അവിടെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് എൻ്റെ കരിയറിന് വേണ്ടുന്ന സപ്പോർട്ടും എൻ്റെ സ്കൂളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വന്നാലൊക്കെ അതിന് പെർമിഷൻ തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു രീതിയിൽ എനിക്കത് ബാധിച്ചിട്ട് അതുകൊണ്ടാണ് ഇന്നും ഇങ്ങനെ പോകാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സ്കൂൾ ലൈഫിലുള്ള എൻ്റെ ഒരു
സുഹൃത്താണ് ശാരദ തമ്പി. ശാരദ എല്ലാവർക്കും അറിയപ്പെടുന്ന നർത്തകിയാണ്. ശാരദയും കലോത്സവ വേദിയിൽ ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. മഞ്ജു വാര്യറൊക്കെ ശാരദയായിട്ടൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിൽ മത്സരമൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ രണ്ടുപേർക്കും ഉണ്ടായ ഒരു ആശയത്തിൽ ഞാനും ശാരദയും കൂടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രിവാൻഡ്രത്ത് കലാങ്കൺ എന്നാണ് പേര്. ഇപ്പോൾ 15 വർഷമായി ഞങ്ങളുടെ ഒരു സെൻറ്റർ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്. അങ്ങനെ അതിൻ്റെ പോവുകയാണ്. ഓക്കെ, പറഞ്ഞ പോലെ സിനിമയിലേക്ക് ഇപ്പോൾ 8-ാം വയസ്സ് 9-ാം വയസ്സ് മുതൽ തന്നെ സിനിമയിലേക്ക് എൻട്രി ആയി. പിന്നെ അതിനുശേഷം നിരവധി ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അന്നത്തതിൽ നിന്ന് പറഞ്ഞതുപോലെ റെക്കോർഡിംഗ് ഇന്ന് ഇപ്പോൾ ഒരു ശബ്ദം വേണമെങ്കിലും ശബ്ദം മാറ്റം നമുക്ക് ആർട്ടിസ്റ്റുകൾ തമ്മിൽ കാണുന്നില്ല. അതൊക്കെ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു. എങ്ങനെയാണ് ആ ഒരു ചേഞ്ചസിനെ വിലയിരുത്തുന്നത്? ചേഞ്ച് കാരണം എനിക്ക് അതൊക്കെ ഈ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അത് ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ട്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് 2 നല്ല വശമുണ്ട്, പിന്നെ മോശം എന്നുള്ളതല്ല, നമുക്ക് ആർട്ടിസ്റ്റുകൾ തമ്മിൽ കാണുന്നില്ല, അറിയുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. മറ്റേതെല്ലാം ബോണ്ട് ഇല്ലാത്ത പോലെയൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഈ ലൈവ് റെക്കോർഡിങ്സ് ഞാൻ ഒത്തിരി എനിക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ജസ്റ്റ് മെയിൽ വോയിസ് ആരാണ് പാടിയിട്ട് പോകുന്നു, പിന്നെ നമ്മുടെ ടൈമിന് നമ്മൾ പോയി പാടുന്നു, അങ്ങനെയാണല്ലോ. അതൊക്കെയാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. പിന്നെ ഓർക്കസ്ട്രേഷൻ, ടെക്നോളജി, അങ്ങനെ നമുക്കിപ്പോൾ എന്ത് വേണമെങ്കിലും പാടാമല്ലോ, മാറ്റാം. നമ്മുടെ വോയിസ് തന്നെ നമ്മുടെ തന്നെ വേണമെന്നില്ല എന്നുള്ളൊക്കെ ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ അതൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ബാധിക്കുന്നുണ്ട്. കമ്പോസിങ് ഇപ്പൊ എല്ലാവരും എങ്ങനെയാണ് സംഗീത സംവിധാനം എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? സംഗീത സംവിധാനം ഈ പറഞ്ഞ പോലെ കുഞ്ഞിലെ ഫാമിലിയിൽ പറഞ്ഞല്ലോ എല്ലാവരും സിംഗേഴ്സാണ്. ഇപ്പോൾ കസിൻസും എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും വീട്ടിലും. പാട്ടും അങ്കിൾമാർ, എനിക്ക് 5 അമ്മാവന്മാരാണ്. അമ്മയ്ക്ക് 5 സഹോദരങ്ങളാണ്. അപ്പോൾ അവരുടെ മക്കൾ എല്ലാവരും പാട്ടാണ്. അപ്പോൾ അതിൽ ബ്രഹ്മാനന്ദൻ മാമൻ എന്ന് പറയുന്ന അമ്മയുടെ കുഞ്ഞമ്മയുടെ മകനാണ്. വയലിന് രാകേഷ് ബ്രഹ്മാനന്ദനുണ്ട്, കസിനാണ്. പിന്നെ അമ്മയുടെ ബ്രദറാണ് പരമാനന്ദൻ, അദ്ദേഹം അറിയപ്പെടുന്ന ഗായകനായിരുന്നു. അദ്ദേഹം ഇപ്പം ഞങ്ങളോടൊപ്പം ഇല്ല. പിന്നെ തങ്കരാജ്, ഏറ്റവും ഇളയ അമ്മാവൻ, അറിയപ്പെടുന്ന കീബോർഡിസ്റ്റ് ആർട്ടിസ്റ്റും മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ അവരുടെ മക്കൾ എല്ലാം ഇപ്പോൾ എല്ലാവരും എപ്പോഴും ഈ ഒരു മോള് പാടും. പിന്നെ ഈ പറഞ്ഞ അങ്കിൾമാരുടെ മക്കള് ജയരാജ് മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ. അപ്പം ഞങ്ങൾ എപ്പോഴും ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു സംഗീത സംവിധാന ബാക്ക്ഗ്രൗണ്ടാണ് ആക്ച്വലി. വെറുതെ തമാശയ്ക്കൊക്കെ നമ്മളിരുന്ന് കൂടുമല്ലോ, അത് സീരിയസ് ആയിട്ടാണ് പിന്നെ മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ളൊരു ഇതിലോട്ട് വന്നത്. അപ്പം ഞങ്ങൾ 5 പേരുണ്ട്. എനിക്ക് 2 സഹോദരിമാരാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ 3 പേരും. ഈ ജയരാജൻ ഞങ്ങളുടെ മകൾ ശ്രീദേവി, പരമാനന്ദൻ ഞങ്ങളുടെ മകൾ രജനി, ഞങ്ങൾ 5 പേരും കൂടി ചേർന്നിട്ട് അന്ന് ഒരു ലക്കി ഗേൾസ് എന്ന് പറഞ്ഞിട്ട് 20 ഫസ്റ്റ് ബാൻഡ് 25 ഇയേഴ്സിന് മുൻപാണ്, 2000-ലാണ് അത് തുടങ്ങുന്നത്. വെറുതെ ഒരു ഓണപ്പാട്ട് എല്ലാവരും കൂടി ഈവനിങ്ങിൽ ഇങ്ങനെ കൂടിയപ്പോൾ ഒരു ട്യൂൺ വന്നു. അതിന് പിന്നെ 5 പേരും കൂടെ ചേർന്ന് ലിറിക്സ് എഴുതി, ഞങ്ങൾ തന്നെ അതിന് ഒരു പ്രൊഡ്യൂസ് ചെയ്ത്, എല്ലാവരും സിംഗേഴ്സാണ്. അങ്ങനെ വെറുതെ ചെയ്ത അവസാനം 10 പാട്ടായി. പിന്നെ അതൊരു വലിയ ആൽബമായിട്ട് വളരെ നല്ല രീതിയിൽ ദാസാറൊക്കെ വന്നാണ് ഉദ്ഘാടനമൊക്കെ ചെയ്ത്. ആ ലെവലിലൊക്കെ അത് മാറി, ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ. അതിനെ തുടർന്ന് പിന്നെ ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ് തന്നെ ക്രിസ്ത്യൻ ഡിവോഷണൽ ആറ്റുകാലമ്മയുടെ ആൽബംസ് തുടർന്ന് ചെയ്തു. ഈ വർഷവും അത് പറയേണ്ടതായിട്ടുണ്ട്. ജയ്ഹിന്ദിലൂടെയാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഓണപ്പാട്ട് റിലീസ് ചെയ്തത്. ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ശരി, അപ്പോൾ ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാട്ട്. ഫസ്റ്റ് ഞാൻ ട്യൂൺ ചെയ്ത സോങ് എന്ന് പറയുന്നത് 12 വയസ്സിലെ ഒരു ട്യൂൺ. അപ്പം അന്ന് വരികളൊക്കെ അത്ര നോർമൽ വരിയൊന്നുമില്ല, അന്ന് എന്തൊക്കെയോ എഴുതി. അപ്പം അതിപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിന് അതെൻ്റെ ഹസ്ബൻഡാണ് പാടി ഓണപ്പാട്ടായിട്ട് ഇറങ്ങിയത്. പുള്ളി അപ്പോൾ അതൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു എനിക്ക്. ഞാൻ 12 വയസ്സിൽ ട്യൂൺ ചെയ്ത് പാട്ട് ഇപ്പോൾ പുള്ളി സിംഗറാണ്, സൗണ്ട് എഞ്ചിനീയറാണ് ബെൻസൺ. അപ്പം അദ്ദേഹത്തിനെ കൊണ്ടാണ് ഞാൻ പാടിപ്പിച്ചത്. ആ പാട്ട് 4 വരി പാടാം. പൊന്നിൻ പൂക്കാലം വന്നല്ലോ, പൊന്നോണത്തുമ്പികൾ ഉണർന്നല്ലോ, പൊന്നോണം വന്നല്ലോ, ചിങ്ങത്തിരുവോണമണഞ്ഞല്ലോ, പൊന്നിൻ പൂക്കാലം വന്നല്ലോ,
പൊന്നോണം വന്നല്ലോ ചിങ്ങത്തിരുവോണമണഞ്ഞല്ലോ. ഇങ്ങനൊരു പാട്ടാണ്. നല്ലൊരു പാട്ട്. പലതും ഈ മ്യൂസിക് ഡയറക്ടർ പലതും തമാശയായിട്ട് കുട്ടിക്കളി പോലെയൊക്കെ ചെയ്തതാണ് പിന്നീട് നല്ല പാട്ടായിട്ട് മാറിയതല്ലേ. അതിനുശേഷം കുറേ പാട്ടുകൾ മ്യൂസിക് ചെയ്തു. ഇപ്പോൾ സ്റ്റേജുകളെ പറ്റി പറഞ്ഞു. ഇപ്പം 10,000-ഓളം സ്റ്റേജുകൾ പിന്നിട്ടു. എങ്ങനെയായിരുന്നു ഈ ഒരു സ്റ്റേജുകൾ മാനേജ് ചെയ്യാൻ ഒക്കെ? പഠിച്ചു തുടങ്ങിയത് തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു 3-4 വയസ്സിൽ സ്റ്റേജിൽ കയറിയതാണല്ലേ. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് 4 വയസ്സിൽ ഞാൻ NSS പെരുന്താന്നി സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ കുഞ്ഞിലെ ഞാൻ പാടും, ടാലൻ്റ് ഉണ്ടെന്നുള്ള ഞാൻ പറഞ്ഞില്ല, അമ്മാവന്മാരെല്ലാവരും മ്യൂസീഷ്യൻസ് ആണ്. അപ്പോൾ അവരുടെ അതിൽ തങ്കരാജ് അങ്കിള് കീബോർഡ്, പിന്നെ ഹരിശങ്കർ എന്ന് പറഞ്ഞ അദ്ദേഹം തബലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ഓർക്കസ്ട്ര, ഞങ്ങൾക്കൊരു അങ്കിൾമാർക്കൊരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു, അജന്ത ഓർക്കസ്ട്ര ആണ്. ട്രിവാൻഡ്രത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഓർക്കസ്ട്ര ആയിരുന്നു. അപ്പോൾ അതിൽ കൂടിയായിരുന്നു ഞാൻ ഈ പാടുന്നുണ്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഒരു വേദി പോലെ ഈ LKG പഠിക്കുമ്പോൾ. അപ്പം അന്ന് വിത്ത് ഫുൾ ഓർക്കസ്ട്രയൊക്കെയാണ്. അപ്പോൾ അന്ന് യമഹ കീബോർഡൊക്കെ നമ്മുടെ ട്രിവാൻഡ്രത്ത് വരുന്ന ടൈമാണ് അത്. അപ്പോൾ വിത്ത് ആ ഫുൾ ഓർക്കസ്ട്രയിലാണ് അന്ന് പാടുന്നത്. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴെനിക്കത് കാണുമ്പോഴൊക്കെ വളരെ അതിശയം തോന്നാറുണ്ട്. ഞാനും എൻ്റെ ചേച്ചിയും കൂടെ അന്ന് ഈ സ്കൂൾ ഞങ്ങൾക്കൊരു വേദി തന്നതാണ്. LKG പഠിക്കുമ്പോൾ ഞാൻ പാടുന്നുണ്ട്, ഒരു ½ ആൻ അവർ പ്രോഗ്രാം ഞങ്ങൾക്ക്. അപ്പം അങ്ങനെയാണ്. അപ്പം അന്ന് ഞാൻ ഈ പാടുന്ന കേട്ടാണ് അങ്കിൾമാർ എനിക്ക് പറ്റും എന്നുള്ള രീതിയിൽ ഓർക്കസ്ട്രയിൽ എന്നെ അന്ന് തൊട്ട് പാടി തുടങ്ങിയതാണ്. പിന്നെ സ്ഥിരം ഞങ്ങളുടെ ട്രൂപ്പില് വളരെ അറിയപ്പെടുന്ന ഒരുപാട് സിംഗേഴ്സിനോടൊപ്പം പാടാനും ഒക്കെ ഉള്ള. നാട്ടിലും വിദേശത്തും ഒക്കെ വിദേശ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൺട്രീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് എബ്രോഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ദാസാറിനോടൊപ്പമായിരുന്നു. അപ്പോൾ കുഞ്ഞിൽ ഞാൻ എന്നെ പറഞ്ഞല്ലോ, ഒരു കൂടെയും കുഞ്ഞു പെങ്ങൾ പാടുമ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണുന്നതും പരിചയപ്പെടുന്നതും. അപ്പോൾ അന്ന് എൻ്റെ പാട്ട് കേട്ടിട്ട് ദാസാറ് തരങ്കിണിയുടെ അയ്യപ്പ കാസറ്റൊക്കെ ഭയങ്കര പോപ്പുലറായിട്ട് നിൽക്കുന്ന ടൈമാണ്. അപ്പം അന്ന് എൻ്റെ ആ പാട്ട് കേട്ടിട്ട് അദ്ദേഹം ആ വർഷം ഇറങ്ങുന്ന അയ്യപ്പ കാസറ്റിൽ ദാസാറ് തന്നെ സംഗീതം ചെയ്ത് കൈതപ്പുറം തിരുമേനി എഴുതിയ ഒരു പാട്ട് ഡുവറ്റ് സോങ് ആയിരുന്നു, എന്നെ കൊണ്ട് പാടിപ്പിച്ചു. പിന്നെ അതിനെ തുടർന്നൊരു ലക്കി നമ്പർ 2 എന്നൊരു ഫിലിമിലും അദ്ദേഹത്തിനൊപ്പം ഡിബേറ്റ് പാടി. ഇതൊക്കെ 10 വയസ്സിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അന്ന് തൊട്ടുള്ളൊരു സ്നേഹം ആ ഒരു ഇത് അദ്ദേഹത്തിനോട് ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഈ ആൽബം റിലീസിന് മുൻപായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിദേശ പ്രോഗ്രാം 3 മാസത്തെ ജർമ്മനിയിലും അമേരിക്കയിലും. അപ്പോൾ 2 ഫീമെയിൽ സിംഗേഴ്സ് വേണം എന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ എറണാകുളത്ത് നിന്ന് ഇങ്ങനെ തങ്കരാജ് അങ്കിളിനെയാണ് കീബോർഡിസ്റ്റ്, അദ്ദേഹത്തിനെ കൊണ്ടുപോകാനായിട്ട് വിളിച്ചപ്പോൾ എൻ്റെ കാര്യം ഇങ്ങനെ അങ്കിള് ഉള്ളതുകൊണ്ട് ഞാൻ അപ്പോൾ അതെ ഗാർഡിയൻ്റെ ഒരു ഇത് വരുന്നില്ല, അങ്ങനെ എന്നെയും കൂടി അദ്ദേഹം വിളിച്ചു. അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ഫസ്റ്റ് ജർമ്മനിയിൽ തമിഴ് പ്രോഗ്രാം ആയിരുന്നു കൂടുതൽ. അങ്ങനെ ഒരു 12 പ്രോഗ്രാം ലൈഫിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത USA-ൽ. ഏതെങ്കിലും ഒരു തമിഴ് പാട്ട് നമുക്ക് വേണ്ടിയിട്ട് പാടാം. ഏതേതോ എണ്ണും വളർത്തേ ഉൻ കൈയിൽ എന്നെ കൊടുത്തേ നീ താനേ പുന്നகை மன்னன் உன் ராணி நானே பண்பாடும் பாடகன் நீ உன் ராகம் நானே ஏதேதோ എണ്ണും വളർത്തേ. പിന്നെ ചിത്ര ചേച്ചി ആണ് എപ്പോഴും തീർച്ചയായിട്ടും ചേച്ചിയാണ്. കാരണം ഞാൻ പറഞ്ഞു എല്ലാം എനിക്ക് എൻ്റെ കുട്ടിക്കാലം വെച്ചാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലും. ഞാൻ ഈ ഫസ്റ്റ് റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ഇതേ ഫിലിമില് നല്ല പോപ്പുലറായ ഒരു സോങ് ചേച്ചി പാടിയതാണ്, തൂക്കണാം കുരുവിയോ എന്നൊരു പാട്ടുണ്ട്. തൂക്കണാം കുരുവിയോ താമരക്കുരുന്നോ, ഭയങ്കര പോപ്പുലർ ആയിരുന്നു ആ ടൈമില്. അന്ന് കാസറ്റ്സ് ആയിരുന്നല്ലോ, തരംഗിണിയുടെ കാസറ്റ്, ഫിലിമിന് മുൻപേ കാസറ്റ് റിലീസ്. അപ്പോൾ ഭയങ്കര ഇത്. അപ്പം ചേച്ചി സ്റ്റുഡിയോയിൽ അന്ന് വന്നു. അതല്ല, ചേച്ചി അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം എന്നെ മടിയിലൊക്കെ പിടിച്ചിരുത്തി. അങ്ങനത്തെ ഒരു ആ ഒരു ബന്ധം വളരെ ഒരു ബോണ്ടാണ് ചേച്ചി. ഫാമിലിയായിട്ടും ഒക്കെ. ചേച്ചിയുടെ രജനി പറയൂ ഫസ്റ്റ് പാട്ടൊക്കെ തങ്കരാജ് അങ്കിളാണ് കീബോർഡൊക്കെ വായിച്ചിട്ടൊക്കെ ഉള്ളത്.
കൂടുതൽ പാട്ടുകൾ ഇപ്പം സെലക്ട് ചെയ്യുമ്പോൾ പ്രോഗ്രാംസിന് വേണ്ടിയിട്ടാണെങ്കിലൊക്കെ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പം എപ്പോഴും ചിത്ര ചേച്ചി തന്നെയാണോ ഫസ്റ്റ് ചോയ്സ്? ആദ്യമൊക്കെ ഫസ്റ്റ് ഞാൻ പാടിയൊക്കെ തുടങ്ങുന്ന ഗാനങ്ങളൊക്കെ ഞാൻ പാടിയെന്ന് പറഞ്ഞല്ലോ. ഫസ്റ്റ് സ്റ്റേജിൽ പാടിയത് നമ്മുടെ മാധുരി അമ്മയുടെ ഇന്നെനിക്ക് പൊട്ടുകുത്താനാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ പാടുന്ന പാട്ട്. പിന്നെ ജാനകി അമ്മയുടേത്. അതിനുശേഷം പിന്നെ ചേച്ചിയുടെ പാട്ടുകൾ തന്നെയാണ് കൂടുതലും പാടുന്നത്. അപ്പം ലിംക ബുക്സിൽ എനിക്ക് അങ്ങനെ ഒരു അംഗീകാരം കിട്ടുമ്പോഴും പാടിയത് ചേച്ചിയുടെ നാഷണൽ അവാർഡ് കിട്ടിയ പാട്ട് പാടറിയാണ് പാടിയത്. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പാടാമോ? ഇന്നെനിക്ക് പൊട്ടുകുത്താനോ അല്ലെങ്കിൽ പാടറിയോ? പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ ഏടറിയേ എഴുത്തറിയേ എഴുത്തുവകനാനറിയേ ഏട്ടില എഴുതവില്ല എഴുതി വെച്ച് പഴക്കമില്ല ഇലക്കണം പഠിക്കവില്ല തലക്കണമോ എനക്ക് ഇല്ല പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ ഏടറിയേ എഴുത്തറിയേ എഴുത്തുവകനാനറിയേ. കുറച്ചും കൂടി അതിന്റെ ഒരു സ്വരം പോർഷൻ. ഞാൻ എപ്പോഴും ചേച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ സോങ് ആണെങ്കിലും എനിക്ക് ഒരുപാട് അംഗീകാരം നേടിത്തന്ന ഒരു പാട്ട് കൂടിയാണ്. അതെ, ആ പാട്ട് എപ്പോൾ കേട്ടാലും ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഉള്ളൊരു. അതും ചേച്ചിയുടെ മുൻപിലാണ് ഞാൻ ഈ ലിംകയുടെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഫൈനൽസിൽ ചേച്ചിയാണ് ജഡ്ജ് ചെയ്യാൻ വന്നത്. അപ്പൊ ചേച്ചിയുടെ മുൻപിലാണ് ഈ സോങ് ഞാൻ അന്ന് പാടുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ ഇപ്പൊ തിലാന തിലാനയാണ് പിന്നീട് പാടിയ പാട്ട് അല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? തിലാനയുടെ അവസരം കിട്ടുന്നത് ഇളയ അങ്കിള് തങ്കരാജ്, അദ്ദേഹം സംഗീതം ചെയ്ത ഫിലിമാണ്. അദ്ദേഹം ധാരാളം ഫിലിംസ് ചെയ്തിട്ടുണ്ട്, മാട്ടുപ്പെട്ടി മച്ചാൻ, മൈ ഡിയർ കരടി, അതൊക്കെ. അപ്പോൾ തില്ലാന വിനു കിരിയത്ത് അദ്ദേഹമായിരുന്നു അതിൻ്റെ. അപ്പോൾ അതിൻ്റെ ഞാൻ ആക്ച്വലി ചിത്ര ചേച്ചിക്ക് ട്രാക്ക് പാടിയതാണ്. ചേച്ചിക്ക് ധാരാളം പാട്ടുകൾക്ക് ഞാൻ ട്രാക്ക് പാടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അങ്കിൾ ചെയ്ത ഫിലിംസിൻ്റെ എല്ലാം ചേച്ചിക്ക് വേണ്ടി ഞാൻ ആ ട്രാക്ക് പാടി. അപ്പോൾ അതുപോലെ പാടിയതാണ് ഈ സോങ്. അപ്പോൾ അന്ന് കേട്ടിട്ട് ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ സ്ട്രൈറ്റ് ആക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ സോങ്. ശരി, അത് രണ്ടുപേരും. കണ്ടാൽ മിണ്ടാവായാടി കോടേറതിടി കൂത്താടി കുറുമ്പുമായി കുന്നോളം പറന്നുവാ കുന്നിലെ കുളിരാറ്റാൻ മഞ്ഞപ്പുതപ്പു തരാം വെണ്ണിലാ തിരി കത്തും വെള്ളി വിളക്കു തരാം വേനലിൻ ചിറകിലെ തൂവലിൻ മലർത്തരാം പകൽ മുഴുവനും ഇരുന്ന് പാടുവൻ പൂമരം തരാം കണ്ടാൽ മിണ്ടാവായാടി കൂടേറതിടി കൂത്താടി കുറുമ്പുമായി കുന്നോളം പറന്നുവാ. ഇത് ഭാഗ്യം എന്ന് പറയുന്നത് ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ രചനയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ രചനയിൽ പാടിയ ഒരു അതെ. അതുപോലെ ഈ പാട്ട് കുറച്ച് പോപ്പുലർ ആയിരുന്നു, അത്യാവശ്യം. കാവേരിയാണ് അത് ആക്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് റീച്ച് വന്നൊരു പാട്ട് തന്നെയാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ചാനലൊക്കെ കേൾക്കുന്നുണ്ട്. അതെ, ചിത്ര ചേച്ചിക്ക് വേണ്ടി ട്രാക്ക് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അങ്ങനെ ട്രാക്ക് പാടിയിട്ട് പിന്നെ സിനിമയിൽ വന്ന് ചിത്ര ചേച്ചി അത് പാടി കേൾക്കുമ്പോൾ എന്തായിരിക്കും ഒരു ഫീൽ തോന്നുന്നത്? ഭയങ്കര ഒരു സന്തോഷമാണ്. അതിൽ ഒരു എനിക്ക് എപ്പോഴും മനസ്സിൽ നിൽക്കുന്നത് ശലഭം വഴിമാറുമോ എന്നുള്ള സോങ് കേട്ടില്ലേ? ശലഭം വഴിമാറും. അത് എം ജി രാഷ്ട്രങ്ങളുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു ആ സോങ്. അത് അദ്ദേഹത്തിൻ്റെ കൂടുതലും എനിക്ക് ട്രാക്ക് ഞാൻ പാടാൻ എനിക്ക് അവസരം തന്നിട്ടുള്ള രാധാകൃഷ്ണങ്ങളുടെ പാട്ടുകളാണ്. അപ്പോൾ ഇതുപോലെ വിളിച്ചിട്ട് എം ജി ശ്രീകുമാർ സാർ, അദ്ദേഹം ഞങ്ങൾ രണ്ടും കൂടിയാണ് അത് പാടിയിട്ട് ആ സോങ് പിന്നെ ചേച്ചി പാടി കേട്ടു. അതിന് സ്റ്റേറ്റ് അവാർഡും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മഴനിലാവിൻ്റെ കുളിര് ആ സോങ്, മേഘസന്ദേശം, അങ്ങനെ കുറെ സോങ്സ് ഉണ്ട് ചേച്ചിക്ക് വേണ്ടി. പിന്നെ മാട്ടുപെട്ടി മച്ചാനല്ലേ, കടുകുടച്ചടുപ്പിലിട്ട് ഗണപതി, അതൊക്കെ ചേച്ചിക്ക് ഒത്തിരി വേറെ ഉണ്ട്, കുറെ ഓർമ്മ വരുന്നില്ല. കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ ചേച്ചി, അപ്പോൾ ചേച്ചി എൻ്റെ വോയിസ് കേട്ടിട്ട് അങ്കിളുണ്ട് എന്തിനെന്നെ വിളിച്ചത്, അത് ലക്ഷ്മിക്ക് സ്ട്രൈറ്റ് ആക്കിക്കൂടെ എന്നൊക്കെ. അതാ ചേച്ചിയുടെ ഒരു പ്രത്യേകത. അങ്ങനെ ചേച്ചി പറയാറുണ്ട്. ശലഭം വഴിമാറും എനിക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. പദമലർ വിരിയുമ്പോ സമ്മതം 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 തേനിതളുകളുതിരുമ്പോൾ സമ്മതം 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 പാടാൻ നല്ലൊരീണം നീ പങ്കുവെച്ചു തരുമോ ഓരോ പാതിരാവും
മുഴമിട്ടും തമ്പുരുവിൽ നിൻരാഗങ്ങൾ കേട്ടു ഞാൻ. പാദസരങ്ങൾ പല്ലവി മൂളും നാദത്തിൽ മുങ്ങി ഞാൻ. എൻ്റെ 7 ജന്മങ്ങൾക്കിനി സമ്മതം. ശലഭം വഴിമാറുമാമിഴി രണ്ടിലും നിൻ സമ്മതം. ഇളനീർ പകരം തരും ചൊടി രണ്ടിലും നിൻ സമ്മതം. വളകിലുങ്ങുന്ന താളം പോലും മധുരമാം സമ്മതം. തഴുകിയെത്തുന്ന കാറ്റിൽ തരളമാം സമ്മതം. എൻ്റെ ജീവനായി നിന്നെ അറിയാൻ സമ്മതം. ശലഭം വഴിമാറുമാമിഴി രണ്ടിലും നിൻ സമ്മതം. സമ്മതം. ഫാമിലിയെ കുറിച്ചാണ് പറയുന്നത്. ഫാമിലി ആരൊക്കെയാണ്? മകള് റിയാലിറ്റി ഷോയിലൊക്കെ വന്നിങ്ങനെ തിളങ്ങി നിൽക്കുകയാണെന്ന് അറിയാം. പേര് ആൻ ബെൻസൺ. മോള് 1-2 ഷോസിലൊക്കെ വിന്നറാണ്. ശരി. അവൾക്കും പാഷൻ മ്യൂസിക് തന്നെയാണ്. അപ്പോൾ അതിനെ ഞങ്ങൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഓക്കെ. ഹസ്ബൻഡ് ബെൻസൺ, അദ്ദേഹം സൗണ്ട് എഞ്ചിനീയറാണ്. സ്വന്തമായിട്ട് ഞങ്ങൾക്ക് സ്റ്റുഡിയോ ഉണ്ട്, ബെൻസൺ മീഡിയ. പിന്നെ മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളിയുടെ 3-4 ഫിലിം റിലീസായതാണ്. അതിൽ ഞാൻ പാടിയിട്ടുണ്ട്. മഞ്ഞിൻ നീരൻ തൂവൽ മേൽ മൂടും പൂമൈനേ, മനസ്സിൻ മിഴിയിൽ പ്രണയോന്മാദം മലരായി തഴുകുമ്പോൾ മധുമൊഴി നീ എന്നിൽ മതപരരാഗത്തിൻ മയങ്ങി മരന്ത സുഗന്ധമായി മാറൂ. മഞ്ഞിൻ നീരൻ തൂവൽ മേൽ മൂളും പൂമൈനേ. താങ്ക് യു. ഇപ്പോൾ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒരുപാട് തിരക്കുള്ള ഒരാളാണ് ലക്ഷ്മി. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ഒരു അവസരത്തിൽ. പാട്ടിൻ്റെ കൂട്ടുകാരുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു പുതിയ അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇന്ന് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.